ചുവടെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് 1, 2. ശരിയായ പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കാം. ബീഹാറിലെ ആറയിൽ വിപ്ലവം നയിച്ചത് കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ ബഹദൂർ ഖാൻ ആണ്. തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏത്? ഓപ്ഷൻ സി ആണ് ഓൺലി 3. ശരിയായിട്ടുള്ള കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812, കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845, എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ഓൺലി 4. ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചത് 1949 ഒക്ടോബർ 1-നാണ്. യുദ്ധാനന്തരം ചിയാങ് കൈഷക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സാംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേതുങ് ആണ്. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ആണ് ഓൺലി 1. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. സ്വാമിനാഥ ദേശികർ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിൽ ആണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏത്? ഓപ്ഷൻ ഡി ആണ് 1, 4. നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം, സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിംഗ്സ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു? ഓപ്ഷൻ ബി ആണ് ഓസ്ട്രേലിയ. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാവുന്ന രൂപവൽക്കരണ സഹായി? ഓപ്ഷൻ ബി ആണ് ഭൂഗർഭ ജലം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാവുന്ന രാജ്യം? ഓപ്ഷൻ ഡി ആണ് കാനഡ. കടുപ്പം കുറഞ്ഞ ധാതു? ഓപ്ഷൻ ഡി ആണ് ടാൽക്ക്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ലഭിക്കുന്ന മഴ? ഓപ്ഷൻ എ ആണ് സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ? ഓപ്ഷൻ സി ആണ് മാംഗോ ഷവർ. സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം? ഓപ്ഷൻ എ ആണ് ആദിത്യ L1. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് M വിശ്വേശ്വരയ്യ. പുത്തൻ സാമ്പത്തിക നയത്തിന്റെ ലക്ഷ്യങ്ങൾ? ഓപ്ഷൻ എ ഉദാരവൽക്കരണം, ഓപ്ഷൻ ബി സ്വകാര്യവൽക്കരണം, ഓപ്ഷൻ സി ആഗോളവൽക്കരണം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം? ഓപ്ഷൻ സി ആണ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ഹരിത വിപ്ലവത്തിന്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ആണ് ഫിലിപ്പൈൻസ്. 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം? ഓപ്ഷൻ ബി ആണ് സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. 2023 ലോകബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം? ഓപ്ഷൻ എ ആണ് 38. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത് അല്ലെങ്കിൽ ഏവ? ഓപ്ഷൻ ബി ആണ് 4. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കാം. ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത് 1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിൽ ആണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ബി ആണ് 1, 2, 3, 4. OCI എന്നതിന്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. ആമുഖം ഒരു പ്രഖ്യാപനത്തെക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിന്റെ മാതൃകയാണ് അത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിൽ അടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആര്? ഓപ്ഷൻ സി ആണ് 3. ജസ്റ്റിസ് ഹിദായത്തുള്ള. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക? ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4. നമ്മുടെ മൗലികാവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. ചില മൗലികാവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിനു മുമ്പിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതു തൊഴിലിന്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏവ? പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്.
നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ, അവശിഷ്ടാധികാരങ്ങൾ കാനഡ, ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. ഡാഷ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. 1. ഇന്ത്യൻ പൗരൻ ആയിരിക്കണം. 2. 35 വയസ്സ് പൂർത്തിയായിരിക്കണം. 3. ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്. 4. രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക, ഉപരാഷ്ട്രപതി. പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളെയും കണ്ടെത്തുക. പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി അല്ലെങ്കിൽ ജോഡികൾ ഏവ? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2. ശരിയായിട്ടുള്ളത് വായിച്ചു നോക്കാം. ബൽവന്ത് റായ് കമ്മീഷൻ 1957, അശോക് മേത്ത കമ്മീഷൻ 1977, സർക്കാരിയ കമ്മീഷൻ 1983. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി ആണ് 1, 2, 3. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തുകളഞ്ഞ കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവച്ചു. ജമ്മു കാശ്മീരിനെ 2 കേന്ദ്ര ഭരണങ്ങളായി മാറ്റിയത് 2019 ആണ്. രാജതരംഗിണി ജമ്മു കാശ്മീരിന്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ഏവ? ഓപ്ഷൻ ബി ആണ്, 2. ചേരുംപടി ചേർക്കുക. പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. അഭയകിരണം പദ്ധതി വിധവകൾക്ക് സാമ്പത്തിക സഹായം. വിദ്യാകിരണം പദ്ധതി വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായം. താലോലം പദ്ധതി മാരക രോഗങ്ങളുള്ള 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സാ സഹായം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 4. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്തിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, ഇവയൊന്നുമല്ല. ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാവുന്ന ഹരിതഗൃഹവാതകം ഏത്? ഓപ്ഷൻ ബി ആണ്, കാർബൺ ഡയോക്സൈഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? മനുഷ്യ ഹൃദയത്തിന്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്, 3 മാത്രം. വലത് ഏട്രിയത്തിന്റെ വലതു മുകൾ കോണിൽ. 2021 ഡേവിഡ് ജൂലിയസും ആഡം പെറ്റ പൗറ്റിയനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിൽ ആണ്? ഓപ്ഷൻ എ ആണ്, വൈദ്യശാസ്ത്രം. ചേരുംപടി ചേർത്ത് ഉചിതമായ ഉത്തരം തെരഞ്ഞെടുത്ത് എഴുതുക. പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. മലേറിയ പ്രോട്ടോസോവ, ടൈഫോയിഡ് ബാക്ടീരിയ, അസ്കാരിയാസിസ് വിരകൾ, ജലദോഷം വൈറസ്. കുട്ടികളിലെ പ്രമേഹം കണ്ടെത്താനും ചികിത്സാ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏത്? ഓപ്ഷൻ എ ആണ്, മിഠായി. കൊറോണ വൈറസിന്റെ വകഭേദമായ B11529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ ഡി ആണ്, ഒമിക്രോൺ. 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം? ഓപ്ഷൻ സി ആണ്, ഘർഷണ ബലം. സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവും ഉള്ള ചലനത്തിന് ഉദാഹരണം? ഓപ്ഷൻ ബി ആണ്, സമവർത്തുള ചലനം. ഏതു മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്ട്, ജോൺ എഫ് ക്ലോസർ, ആൻഡൺ സിലിംഗർ എന്നിവർക്ക് 2022 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ സി ആണ്, ക്വാണ്ടം മെക്കാനിക്സ്. 40 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസ സമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടെത്തുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 110 ഗ്രാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏത്? ഓപ്ഷൻ സി ആണ്, BCl3. എക്സ് ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ എക്സും വൈയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിന്റെ രാസസൂത്രം എന്തായിരിക്കും? ഓപ്ഷൻ ഡി ആണ്, XY2. ചുവടെ കൊടുത്തിരിക്കുന്ന 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, സ്റ്റീൽ ഒരു ലോഹമാണ്. പ്രസ്താവന 2, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹ സങ്കരമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 1 തെറ്റും 2 ശരിയുമാണ്. താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിന്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏവ? ഓപ്ഷൻ എ ആണ്, അർജന്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവധഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി ആണ്, MP വീരേന്ദ്രകുമാർ. പുരാതന ഗുഹാ ചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഓപ്ഷൻ ഡി ആണ്, വയനാട്. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ടുനാടകം ആരംഭിച്ചത്? ഓപ്ഷൻ എ ആണ്, പോർച്ചുഗീസുകാർ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആര്?
ഓപ്ഷൻ ബി ആണ് കെ സച്ചിദാനന്ദൻ. ഐ ഹാവ് നെവർ ബീൻ ടു പാരീസ് ബിഫോർ. ഷീ എക്സ്ക്ലെയിംഡ്. ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഡാഷ് ടു പാരീസ് ബിഫോർ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഷീ ഹാഡ് നെവർ ബീൻ. ഐ റിഗ്രറ്റ് ഡാഷ് യു ദാറ്റ് ദ ഇവന്റ് ഹാസ് ബീൻ ക്യാൻസൽഡ്. ഓപ്ഷൻ സി ആണ് ടു ടെൽ. വെൻ ഐ അറൈവ്ഡ് ദേ ഡാഷ് ഫോർ ഓവർ എൻ അവർ. ഓപ്ഷൻ ബി ആണ് ഹാഡ് ബീൻ വെയിറ്റിംഗ്. The diplomat's ability to speak multiple languages was considered a valuable dash in international negotiations. Option C ആണ് asset. The artist painted a beautiful landscape dash the canvas. Option B ആണ് on to. The negotiations between two countries finally dash after weeks of discussions and the war began. Option C ആണ് broke down. The detective's ability to notice the dash details led to the solving of the complex mystery. Option B ആണ് salient. The bargains between two companies reached a dash when they failed to agree on the terms of the partnership. Option B ആണ് dead end. പാണിപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി ആണ് പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അധ്യാപകർ. വണ്ട് എന്ന അർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവ എല്ലാം. അളി, ഭ്രമരം, മധുപം, ഭൃംഗം. താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. പിരിച്ചെഴുതുക വിണ്ടലം. ഓപ്ഷൻ സി ആണ് വിൺ പ്ലസ് തലം. ചേർത്തെഴുതുക കൽ പ്ലസ് മതിൽ. ഓപ്ഷൻ ബി ആണ് കന്മതിൽ. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഓപ്ഷൻ എ ആണ് പ്രയോജനമില്ലാത്ത വസ്തു. വിപരീത പദം എഴുതുക ഉന്മീലനം. ഓപ്ഷൻ ബി ആണ് നിമീലനം. ഒറ്റ പദം എഴുതുക അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ഓപ്ഷൻ എ ആണ് ജിജ്ഞാസു. പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നത് അബ്കാരി നിയമപ്രകാരം കുറ്റകരമാണ്. മേൽ നിയമത്തിലെ നിർവചനപ്രകാരം പൊതുസ്ഥലത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് റെസ്റ്റ് ഹൗസിലെ താമസത്തിനുപയോഗിക്കുന്ന സ്വകാര്യ മുറി. അബ്കാരി നിയമപ്രകാരം ട്രാൻസിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് കേരളത്തിൻ്റെ അധികാര പരിധിയിലൂടെ ഒരു സംസ്ഥാനത്തു നിന്ന് ആ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്കോ മറ്റൊരു സംസ്ഥാനത്തേക്കോ മദ്യം കടത്തുന്നത്. ഒരു വ്യക്തിക്ക് മദ്യം വാങ്ങാനും ഉപയോഗിക്കാനും നിഷ്കർഷിച്ച ഏറ്റവും കുറഞ്ഞ പ്രായം. ഓപ്ഷൻ എ ആണ് 23 വയസ്സ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? മയക്കുമരുന്ന് നിരോധന നിയമനിർമ്മാണം 1985 ഉദ്ദേശം. ഓപ്ഷൻ ബി ആണ് 1, 2, 4 മാത്രം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട നിയമം ഏകീകരിക്കാനും ഭേദഗതി വരുത്താനും. മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥം എന്നിവയുടെ കടത്തുവഴി നേടിയ സ്വത്ത് കണ്ട് കെട്ടുന്നതിന്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടിയിലെ വ്യവസ്ഥകൾ നടപ്പിൽ വരുത്തുവാനായി. സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് അഥവാ മാദക വസ്തുക്കൾ എന്നത്? ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. NDPS നിയമത്തിലെ ഷെഡ്യൂൾ പ്രകാരം ലഹരി വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദാർത്ഥങ്ങൾ. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ഡിസ്റ്റിലറികളിലെ സ്പിരിറ്റ് സൂക്ഷിപ്പുമുറി ഉൾപ്പെടെയുള്ള മർമ്മപ്രധാന കേന്ദ്രങ്ങൾ പൂട്ടി സൂക്ഷിക്കുന്നതിലേക്കുള്ള അബ്കാരി ലോക്ക് നൽകുവാൻ ചട്ടപ്രകാരം അധികാരപ്പെടുത്തപ്പെട്ട ഓഫീസ്. ഓപ്ഷൻ ബി ആണ് കമ്മീഷണറുടെ ഓഫീസ്. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം ENA എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഇറക്കുമതി ചെയ്യുന്നതിലേക്ക് യാത്രാ മധ്യേയുള്ള നിയമാനുസൃത നഷ്ടം ചട്ടപ്രകാരം അനുവദനീയമായത് എത്രയാണ് എന്നതുമായി ബന്ധപ്പെട്ട് താഴെ പരാമർശിക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയെന്ന് വ്യക്തമാക്കുക? ഓപ്ഷൻ ഡി ആണ് 3ഉം 4ഉം. ഓരോ 400 കിലോമീറ്റർ ദൂരത്തിനും 0.1% വീതം. ആകെ യാത്രയ്ക്ക് പരമാവധി 0.5%. കേരള ഡിസ്റ്റിലറി ആൻഡ് വെയർഹൌസ് റൂൾ പ്രകാരം പ്രൂവ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ ആണ് സ്പിരിറ്റിൻ്റെ വീര്യം അളക്കൽ. കേരളത്തിൽ വിദേശമദ്യം വിൽപ്പന നടത്തുന്നതിനും വിദേശമദ്യം ലൈസൻസ് 1 പ്രകാരം ഏതെല്ലാം സ്ഥാപനങ്ങൾക്കാണ് സർക്കാർ അധികാരം നൽകിയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് 1, 2, 3. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് 3, 4.
കോഡ്പ നിയമം 2003 പ്രകാരം താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ഡി ആണ് 2, 4. ശരിയായിട്ടുള്ള പ്രസ്താവനകളൊന്ന് വായിച്ചു നോക്കാം. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ 100 വാരയ്ക്ക് അകത്തു വരുന്ന പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടുള്ളതല്ല. കോഡ്പ ആക്ട് 2003 പ്രധാന ലക്ഷ്യങ്ങളിൽ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് 1, 2, 3, 4. വിദ്യാർത്ഥികളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, യുവജനങ്ങളെ പുകയില ഉപയോഗത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, ഗർഭിണികളായ സ്ത്രീകളെയും ചെറിയ കുട്ടികളെയും പുകവലിയുടെ ദൂഷ്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുക, നേരിട്ടും അല്ലാതെയുമുള്ള എല്ലാ പുകയില ഉപയോഗങ്ങളെയും നിരുത്സാഹപ്പെടുത്തുക. കോഡ്പ ആക്ട് 2003 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് 2, 3, 4. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം ഉപഭോക്താക്കൾക്ക് വ്യക്തമായി കാണുന്ന തരത്തിൽ ആയിരിക്കണം. പുകയില ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിൽ രേഖപ്പെടുത്തുന്ന മുന്നറിയിപ്പ് പരസ്യം വായിക്കാൻ തക്ക വലുപ്പത്തിലുള്ളവ ആയിരിക്കണം. എല്ലാ സിഗരറ്റ് പാക്കറ്റുകളിലും ഉപഭോക്താക്കൾ കാണത്തക്ക വിധത്തിൽ മുന്നറിയിപ്പ് പരസ്യം രേഖപ്പെടുത്തിയിരിക്കണം. വിമുക്തി മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ ബി ആണ് 1, 2, 3. 2016 നവംബർ 20-നാണ് വിമുക്തി പദ്ധതി കേരള മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. വിമുക്തി പദ്ധതിയുടെ സംസ്ഥാനതല ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും വിമുക്തി പദ്ധതിയിൽ അനുവദനീയമാണ്. വിമുക്തി മിഷൻ ബോധവൽക്കരണ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് 1, 2, 3. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും വ്യാപരിക്കുന്ന വിപത്തായി മാറിയിട്ടുള്ള മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക, നിയമവിരുദ്ധ ലഹരി വസ്തുക്കളുടെ ശേഖരണം, കടത്തൽ എന്നിവയുടെ ഉറവിടം കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുക, ലഹരി ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങൾ ബോധ്യപ്പെടുത്തി വ്യാപക ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് ലഹരി വിമുക്ത കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന്. വിമുക്തി ജില്ലാതല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ താഴെ പറയുന്നവരിൽ ആരെല്ലാം അംഗങ്ങളാണ്? ഓപ്ഷൻ സി ആണ് 1, 2, 3. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കലക്ടർ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. കമ്പ്യൂട്ടർ വൈറസുമായി ബന്ധപ്പെട്ട 2000-ലെ വിവരസാങ്കേതിക നിയമത്തിലെ വ്യവസ്ഥ. ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. വകുപ്പ് 43, വകുപ്പ് 66.